ഹായ്. അപ്പോ കാലി വിട്ടത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറെ നാൾക്ക് ശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ പിന്നെയും വരികയാണ്. വെൽക്കം ബാക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ ഈ പുതിയ ജേർണി സ്റ്റാർട്ട് ആവാണ്. 25-ലൊരു എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ പഴയ വിട്ടുപോയ കാര്യങ്ങൾ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറേ ഗ്യാപ്പ്, ഒരു 3 years ഗ്യാപ്പായി എൻ്റെ യൂട്യൂബ് ചാനൽ വിട്ടിട്ട്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. ഓൾറെഡി എൻ്റെ ചാനൽ അങ്ങനെ അത്ര വലിയ ഫേമസ് ആവുകയെ അങ്ങനെ അധികം ആൾക്കാർക്ക് അങ്ങനെ അറിയുകയൊന്നും ചെയ്യില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൊക്കാലിറ്റി പിന്നെ ഫാമിലീസിൻ്റെയിലും ഇട്ട വേറെ ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു ഫേമസ് ആവുക എന്നുള്ളൊരു ഇതല്ലെങ്കിൽ പോലും എൻ്റെ ഒരു നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ. നമ്മുടെ സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ കഴിവുകൾ പുറത്ത് കാണിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ഞാൻ കുറേ നാൾ യൂട്യൂബ് നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. കുറച്ച് നാളത്തേക്ക് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് പറയായിരിക്കും, കുറച്ച് ബബ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറെ നാളായല്ലോ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പ് നമ്മുടെ വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇട്ടിരുന്നത്, നമ്മുടെ അക്വേറിയം ഷോപ്പ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് മാറ്റി നമ്മൾ ഷോപ്പിലേക്കാക്കി. ഷോപ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ പഴയ, അവിടെ മൊബൈൽ ഷോപ്പായിരുന്നു. അത് നമ്മൾ കുറേ നാളായിട്ട് 1 വർഷത്തോളം പൂട്ടിയിട്ടിട്ട് പിന്നെ അത് റിനോവേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഇപ്പോൾ അക്വേറിയം ഷോപ്പാണ്. അവനും ക്യാമറയിലുണ്ട് നമ്മുടെ അരോണ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്കൊരു പുതിയ ഇതാണല്ലോ. എനിക്കങ്ങനെ ബിസിനസ് ചെയ്ത് പരിചയമില്ല. പുറത്തു പോയി ഒരു കടയിൽ ഇരുന്ന് ഇങ്ങനെ നമുക്കതൊരു പുതിയൊരു കാര്യമാവുമ്പോൾ നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടാത്ത പോലെയായി എനിക്ക്. പിന്നെ ചെറിയ മോളും ചെറുതായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ അവളെയും കൊണ്ടുപോകണം കടയിലേക്ക്, അവളുടെ കാര്യങ്ങൾ വേണമായിരുന്നു, നോക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു, ഒരു 3 years ഗ്യാപ്പ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. മെയിൻലി ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഡേ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹമാണ്, ക്യൂരിയോസിറ്റി ഉണ്ട്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനൊക്കെ കുറേ വ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അതാണ് എനിക്ക് നല്ലത്. ഞാൻ എൻ്റെ കൂടെ എൻ്റെ ക്യാമറേനെയും കൊണ്ട് പോയാൽ മതി. രാവിലത്തെ വീട്ടിലത്തെ ഇതുകളായാലും ഷോപ്പിലെ ഇതുകളായാലും കുറച്ചൊക്കെ ഈ ഒരു ഒരു 3 years ടൈമിൽ കുറേ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ചാനലുകൾ അവരിടുന്നത്. ഇപ്പോൾ നമ്മൾ തംബ്നെയിൽസ് ആയ പോലെ നമ്മുടെ യൂട്യൂബ് ഫസ്റ്റ് വീഡിയോ നമുക്ക് കാണാൻ തോന്നിക്കുന്നത് അതായിരിക്കും. നമ്മുടെ ആ സ്ക്വയറിൽ വരുന്ന ഒരു വേർഡിങ്സ് ഒക്കെ ഞാനും കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. അയ്യോ അവരെ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. നമ്മൾ പക്ഷെ വീഡിയോ തുറന്നു നോക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു സ്ട്രാറ്റജി. ഞാൻ അങ്ങനെ ചെയ്യുന്നല്ല കേട്ടോ. പക്ഷെ ഓരോ ഇങ്ങനെ ഒബ്സർവേഷൻസ് കുറേ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊക്കെ തിരുത്തി ഓരോരുത്തർ ക്യാമറ ആംഗിൾസ്, ക്യാമറ വെക്കുന്ന രീതി, അവർ കൊണ്ടു നടക്കുന്ന രീതി ആയപ്പോലും കുറേയൊക്കെ നമുക്ക് ലെസൺസ് കുറെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പണ്ടത്തെ ഇതുകളൊക്കെ തിരുത്തി. പിന്നെ എൻ്റെ ഭാഷാശൈലിയെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞവരുണ്ട്, പക്ഷെ അത് ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പൊ ഇനി നമ്മൾ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും വെയിറ്റ് ഫോർ ദാറ്റ്.